Hi dear students, welcome to Innovations Technical Institute. QSAT BTech ലെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം BTech ലെറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ സ്റ്റുഡൻസിന് BTech ഡിഗ്രി ചെയ്യാൻ പറ്റും. സാധാരണ +2 കഴിഞ്ഞവർ BTech ഡിഗ്രി ചെയ്യുന്നത് 4 വർഷമാണ്. പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചവർക്ക് 3 വർഷം കൊണ്ട് BTech ഡിഗ്രി കിട്ടും. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസിന് BTech സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. ഫസ്റ്റ് ഇയർ പഠിക്കണ്ട. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസ് ഒരു എൻട്രൻസ് എക്സാം എഴുതണം. അതാണ് BTech ലാറ്ററൽ എൻട്രി ടെസ്റ്റ്. കേരളത്തിൽ എല്ലാ വർഷവും 2 ലാറ്ററൽ എൻട്രി ടെസ്റ്റുകളാണ് നടക്കാറുള്ളത്. അതിലൊന്ന് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന KTU BTech ലെറ്റ് എൻട്രൻസ് എക്സാം, രണ്ടാമത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന QSAT BTech ലെറ്റ് എൻട്രൻസ് എക്സാം. ഇതിൽ KTU BTech ലെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. QSAT BTech ലെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ QSAT BTech ലെറ്റിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അവാർഡഡ് ബൈ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നമുക്കറിയാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ കേരളത്തിൽ ഒരുപാട് പോളിടെക്നിക് കോളേജുകളുണ്ട്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകൾ, എയ്ഡഡ് പോളിടെക്നിക് കോളേജുകൾ, സെൽഫ് ഫൈനാൻസിങ് പോളിടെക്നിക് കോളേജുകൾ, IHRDയുടെ അണ്ടറിലുള്ള പോളിടെക്നിക് കോളേജുകൾ, ഇങ്ങനെ ഒരുപാട് പോളിടെക്നിക് കോളേജുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ് പല ബ്രാഞ്ചിലും. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ പോളിടെക്നിക്കിലൊക്കെ ഡിപ്ലോമ ഏത് ബ്രാഞ്ച് പഠിച്ചവർക്കും എന്ത് ചെയ്യാം? QSAT BTech ലെറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ +2 സയൻസ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമ സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ കിട്ടും. അതായത് ഡിപ്ലോമയിലും ലാറ്ററൽ എൻട്രി ഉണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ 2 വർഷം പഠിച്ചാൽ മതി ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വഴി. അപ്പോൾ അവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വർഷം ഡിപ്ലോമ പഠിച്ചവർക്കും ഡിപ്ലോമയിൽ ലാറ്ററൽ എൻട്രി വഴി 2 വർഷം പഠിച്ചവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 60%, 60% മിനിമം മാർക്ക്. OBC സ്റ്റുഡൻസ് ആണെങ്കിൽ 55% മാർക്ക്. ഇനി SC ST സ്റ്റുഡൻസ് ആണെങ്കിൽ പാസ് മാർക്ക് മതി. ഇനി അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് എന്ന് പറയുമ്പോൾ 25 വയസ്സാണ്, 25 ഇയേഴ്സ് ആസ് ഓൺ 1 ജൂലൈ ഓഫ് ദി കറണ്ട് അക്കാഡമിക് ഇയർ. ഇനി പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചവർക്ക് മാത്രമല്ല, സിപ്പെറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ സിപ്പെറ്റിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. സിപ്പെറ്റിൽ 3 വർഷം ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി പഠിച്ചവർക്കും ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മൗൾഡ് ടെക്നോളജി പഠിച്ചവർക്കും ഈ ഒരു QSAT BTech ലെറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ പഠിച്ചവർക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് BTechന് ഏത് ബ്രാഞ്ചിലോട്ട് പോകാൻ പറ്റും. പക്ഷേ സിപ്പെറ്റിൽ പഠിച്ചവർക്ക് BTechൽ 2 ബ്രാഞ്ചിലോട്ടേ പോകാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാം QSATൽ, അല്ലെങ്കിൽ BTech പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ഇതിൻ്റെ സിലബസ്? എത്ര സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്? ഈ ഒരു എൻട്രൻസ് എക്സാമിന് 5 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഈ 5 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളല്ല, BTech ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റാണ്. ഇപ്പോൾ BTech സെക്കൻഡ് ഇയറിലോട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് QSAT BTechലെ ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകൾ. ഇതിൽ 5 സബ്ജക്റ്റാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ 5 സബ്ജക്റ്റിനും കൂടെ 200 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഓരോ സബ്ജക്റ്റിനും എത്ര ക്വസ്റ്റ്യൻസ് വരും, അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ടോട്ടൽ 5 സബ്ജക്റ്റ്, പിന്നെ അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 200 ആണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 3 മാർക്കാണ്. അപ്പോൾ QSAT BTech ലെറ്റ് എൻട്രൻസ് എക്സാമിന് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 × 3 ആണ്, അല്ലെ? 600 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറാണ്. അപ്പോൾ മാക്സിമം മാർക്ക് 600 ആണ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 hours. ഇനി നിങ്ങൾ 10 ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ എത്രയാണ് മാർക്ക് വരിക? 10 × 3, അല്ലേ? ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക്. ഇനി നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറയും. അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നിങ്ങളൊരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചു എന്ന് വിചാരിക്കുക. 5 ക്വസ്റ്റ്യൻ റോങ് ആയി. അപ്പോൾ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ QSATൻ്റെ BTech ലെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് OMR ബബിൾ ചെയ്തിട്ടല്ല, കമ്പ്യൂട്ടറിലാണ്, ഓൺലൈൻ ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസറിൻ്റെ അവിടെ ടിക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ അവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ 3 മാർക്ക്. തെറ്റിക്കഴിഞ്ഞാൽ ഓരോ തെറ്റിനും ഓരോ മാർക്ക് വെച്ച് കുറയും. അപ്പോൾ 5 തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും 30 മാർക്കായിരുന്നു, പക്ഷേ 5 മാർക്കിൽ നിന്ന് മൈനസ് ചെയ്യും.
അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അറിയാത്തത് നമ്മൾ കറക്കി കുത്തി കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്ക് കുറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈച്ച് റോങ് ആൻസർ 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. ഇനി ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സൈറ്റ് വന്നിട്ടുണ്ട്. ഇത് വന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യുസാറ്റിൻ്റെ admissions.qsat.ac.in ആണ്. ഇനി ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഫീസ്, എക്സാം എഴുതാനുള്ള ഫീസ് വരുന്നത് 1200 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് 1200 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 27/1/2024 ആണ്. നമുക്കിത് 26/2/2024 വരെ ഉണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/5/2024 to 12/5/2024. ഇനി എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണ് എക്സാം വരിക. അപ്പോൾ മെയിൽ 3 ഡേറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 10th, 11th, 12th. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ടെസ്റ്റാണ് ക്യുസാറ്റ് ബിടെക് ലെറ്റിന്. അപ്പോൾ ഈ ഓൺലൈൻ ടെസ്റ്റ് ഈ 3 ദിവസങ്ങളിൽ ആണ് നടക്കുക. അപ്പോൾ ക്യുസാറ്റിൻ്റെ ഈ ഒരു അഡ്മിഷന് ക്യാറ്റ് എന്നാണ് പറയുക, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. ബിടെക് ലെറ്റ് മാത്രമല്ല, എംടെക്കിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ട്, LLBൻ്റെ എൻട്രൻസ് എക്സാം. അപ്പോൾ ഇതൊക്കെ ഈ 3 ഡേറ്റുകളിലായിട്ടാണ് നടക്കുക. അതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ക്യുസാറ്റ് ബിടെക് ലെറ്റ് എൻട്രൻസ് എക്സാം വരിക. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ ഏത് ദിവസമാണ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ 5 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റിന് എത്ര ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ആദ്യം വരുന്ന മാത്സ് ആണ്, മാത്തമാറ്റിക്സ് 50 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക. പിന്നെ വരുന്നത് ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബേസിക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് പഠിക്കാനുള്ളത്. ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിലിലെ ബേസിക്സ്, മെക്കാനിക്കലിലെ ബേസിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലെ ബേസിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ബേസിക്സ്, കമ്പ്യൂട്ടർ സയൻസിലെ ബേസിക്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിനൊക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരിക. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്സ് റിലേറ്റഡ് പേപ്പറാണ്. ഫോഴ്സ്, ഇനേർഷ്യ, മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേപ്പറാണ്. അതിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഈ സബ്ജക്റ്റുകളൊക്കെ ക്യുസാറ്റ് ലെറ്റിനുണ്ട്, അതേപോലെ KTU ബിടെക് ലെറ്റിനുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ക്യുസാറ്റ് ബിടെക് ലെറ്റിന് മാത്രമായിട്ട് വരുന്ന സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് വരിക. പിന്നെ ഇംഗ്ലീഷ് +2 ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റ് ബിടെക് ലെറ്റ് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, ഇനി ക്യുസാറ്റിൻ്റെ അണ്ടറിൽ 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. അപ്പോൾ ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് ചെയ്യാൻ താല്പര്യമുള്ള ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ 2 കോളേജുകൾ? അതിലൊന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരിയുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, ഇതിന് ക്യാമ്പസ് 1 എന്ന് പറയും. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാടുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, ഇതിന് ക്യാമ്പസ് 2 എന്ന് പറയും. അപ്പോൾ ഈ 2 കോളേജുകളിലും നമുക്ക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണ് ഞാൻ ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീ വരുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്കിവിടെ 2 മെറിറ്റ് ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 23,620 ആണ്. ഇത് ഒരു സെമസ്റ്ററിലോട്ടാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഇതിൻ്റെ ഡബിൾ വരും, 47,000 സംതിങ് വരും. ഇത് ട്യൂഷൻ ഫീസ് മാത്രമാണ്. ഇത് മാത്രമല്ല വരിക, ഇതിൻ്റെ കൂടെ നമുക്ക് എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് 2,000 സംതിങ് രൂപ ഓരോ ദിവസങ്ങളും വരും. പിന്നെ അതേപോലെ സ്പെഷ്യൽ ഫീ, ലൈബ്രറി ഫീ, ബസ് ഫീ, പിന്നെ ചേരുന്ന സമയത്താണെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ടൊക്കെ വരും. അപ്പോൾ ചേരുന്ന സമയത്ത് ഈ 23,620 ബാക്കിയുള്ള ഫീസും കൂടെ കൂട്ടിയിട്ട് ഒരു 35,000 സംതിങ് വരും. പിന്നെ അടുത്ത സെം ആകുമ്പോൾ, 4th സെം ആകുമ്പോൾ, ഇത് 3rd സെമ്മിലോട്ടാണ് നിങ്ങൾ ചെല്ലുക. 4th സെം ആകുമ്പോൾ ഇതും ഇതിൻ്റെ കൂടെ എക്സാം ഫീസ്, ബാക്കിയുള്ള ഫീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് വരിക. ഇനി ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ അവിടെ ഒരു സെമ്മിലോട്ട് വരുന്നത് 45,160 ആണ്. അപ്പോൾ ഇത് ട്യൂഷൻ ഫീസാണ് ഒരു സെമസ്റ്ററിലോട്ട് 45,160. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫീസുകളും കൂടെ വരും. അപ്പോൾ ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡബിളാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ 2 കോളേജുകളിലും ഏതൊക്കെ ബ്രാഞ്ചുകളാണുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ +2 കഴിഞ്ഞവർ അവർ ക്യുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി ഫസ്റ്റ് ഇയറിലോട്ടാണ്, അവർക്ക് ബിടെക് ഫസ്റ്റ് ഇയറിലോട്ടാണ് അഡ്മിഷൻ കിട്ടുക +2 കഴിഞ്ഞവർക്ക്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ചിന്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് 60 സീറ്റാണെങ്കിൽ ഈ +2 കഴിഞ്ഞ് ക്യാറ്റ് എക്സാം, ക്യുസാറ്റിൻ്റെ ക്യാറ്റ് എക്സാം എഴുതി വരുന്നവർക്ക് നല്ല റാങ്കിന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് സീറ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 60 സീറ്റാണെങ്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസിന് എത്ര സീറ്റാണെന്ന് നമുക്ക് നോക്കാം. ഡിപ്ലോമ സ്റ്റുഡൻസിന് ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട സെക്കൻഡ് ഇയറിലോട്ടാണ് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ സെക്കൻഡ് ഇയറിൽ
എത്രയാണോ ഫസ്റ്റ് ഇയറിലെ സീറ്റ് അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 6 സീറ്റ്. അപ്പോൾ 6 സീറ്റാണ് ഉണ്ടാവും. അപ്പോൾ ബിടെക് ഫസ്റ്റ് ഇയറിൽ 60 സ്റ്റുഡൻസ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ ആകുമ്പോൾ 66 സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ 6 പേര് ഡിപ്ലോമ സ്റ്റുഡൻസ് ആണ്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 60 സീറ്റ് ഫിൽ ആയിട്ടില്ല, ഒരു കുറച്ച് സീറ്റ് ബാക്കി വന്നു, അങ്ങനെയാണെങ്കിൽ അതും എന്ത് ചെയ്യും, ഡിപ്ലോമ സ്റ്റുഡൻസിന് കിട്ടും. ഇപ്പോൾ CS 58 സീറ്റ് ഫിൽ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ 2 സീറ്റ് അവിടെ വേക്കൻ്റ് ആണ്. അപ്പോൾ ആ 2 സീറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ 8 സീറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 10% ഓഫ് ദി ടോട്ടൽ സീറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ ബിടെക് വിൽ ബി ആഡഡ് വിത്ത് ദ സെക്കൻഡ് ഇയർ. പിന്നെ ഞാൻ പറഞ്ഞു പ്ലസ് വേക്കൻസീസ് നോട്ട് ഫിൽഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് ഇയറിലെ അൺഫിൽഡ് വേക്കൻസീസും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിന് എത്ര സീറ്റുള്ളത് നോക്കാം. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ക്യാമ്പസ് 1 എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരി, ക്യാമ്പസ് 1 9 സീറ്റാണ്. ക്യാമ്പസ് 2 എന്ന് പറഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, ഇവിടെ 4 സീറ്റാണ്. അങ്ങനെ 13 സീറ്റാണ് സിവിലിനുള്ളത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ക്യാമ്പസ് 1 9 സീറ്റ്, ക്യാമ്പസ് 2 6 സീറ്റ്, അങ്ങനെ 15 സീറ്റാണ് വരിക. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ക്യാമ്പസ് 1 6 സീറ്റ്, ക്യാമ്പസ് 2 6 സീറ്റ്, ഇങ്ങനെ 12 സീറ്റ്. ഞാൻ നേരത്തെ 2 മെറിറ്റ് പറഞ്ഞിരുന്നു, സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും. അത് ടോട്ടൽ സീറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ പകുതി സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് ആണ്, പകുതി സീറ്റ് ഓൾ ഇന്ത്യ മെറിറ്റ് ആണ്. അതായത് ഈ 12 സീറ്റിൽ പകുതി സീറ്റ് സ്റ്റേറ്റ് കേരളത്തിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ബാക്കി പകുതി സീറ്റ് അല്ലാത്ത കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ളവർക്ക് പിന്നെ ഇവിടെ ഒന്ന് പഠിക്കാം, അവർക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ പഠിക്കുന്നവർക്ക് ഈ 2 സീറ്റിലോട്ട് അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം, ഓൾ ഇന്ത്യ മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പുറത്തുനിന്ന് ഉള്ളവർക്ക്, കേരളത്തിൻ്റെ പുറത്തുള്ളവർക്ക് ഓൾ ഇന്ത്യ മെറിറ്റിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ ഒരു വ്യത്യാസം കണ്ടിരുന്നു, സ്റ്റേറ്റ് മെറിറ്റ് ആകുമ്പോൾ ഫീസ് എത്രയാണോ അതിൻ്റെ ഡബിളാണ് ഓൾ ഇന്ത്യ മെറിറ്റിൽ ഫീസ് വരിക. അപ്പോൾ ഓൾ ഇന്ത്യ മെറിറ്റ് ആകുമ്പോൾ ഫീസ് നല്ല കൂടുതലാണ്. അപ്പോൾ സാധാരണ എല്ലാവരും സ്റ്റേറ്റ് മെറിറ്റിലാണ് അപ്ലൈ ചെയ്യുക. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ നല്ല കോളേജിൽ നല്ല കോഴ്സ് കിട്ടും. ഇനി ചില സ്റ്റുഡൻസ് എന്തായാലും ക്യുസാറ്റിൽ തന്നെ പഠിക്കണം, അപ്പോൾ അവരെന്ത് ചെയ്യും, 2ലും അപ്ലൈ ചെയ്യും. സ്റ്റേറ്റിൽ കിട്ടിയില്ലെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ, അപ്പോൾ ഓൾ ഇന്ത്യ മെറിറ്റ് സ്റ്റേറ്റിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഓൾ ഇന്ത്യ മെറിറ്റിൽ കിട്ടും, അപ്പോൾ ഫീസ് കൂടും. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട. ഇപ്പോൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസിയാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് അലോട്ട്മെൻറ്റ് സമയത്താണ് ഇതൊക്കെ ചൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പസ് 1 9 സീറ്റ്, ക്യാമ്പസ് 2 5 സീറ്റ്, അങ്ങനെ 14 സീറ്റ്. ഇനി അടുത്തത് IT ഇൻഫർമേഷൻ ടെക്നോളജി എടുത്താൽ ക്യാമ്പസ് 1 9 സീറ്റ്, ക്യാമ്പസ് 2 5 സീറ്റ്, അങ്ങനെ 14 സീറ്റാണ് വരിക. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1 മാത്രമേ ഉള്ളൂ 9 സീറ്റ്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1 മാത്രമേ ഉള്ളൂ 6 സീറ്റാണ് വരിക. 6 സീറ്റ്, നല്ലൊരു ബ്രാഞ്ചാണ്. ക്യുസാറ്റിൽ നല്ല പ്ലേസ്മെൻറ്റ് ഉള്ളൊരു ബ്രാഞ്ചാണ് ഫയർ ആൻഡ് സേഫ്റ്റി, റയർ ബ്രാഞ്ചും കൂടിയാണ്. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ പോളിടെക്നിക്കിൽ ഏത് ബ്രാഞ്ച് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ പോളിടെക്നിക്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചവർക്കും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണത് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്യാമ്പസ് 1 മാത്രമേ ഉള്ളൂ 6 സീറ്റ്. ഇനി പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1 6 സീറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീറ്റ് ഡീറ്റെയിൽസ് വരിക. അപ്പോൾ ടോട്ടൽ സീറ്റ് നേരെ പകുതിയാക്കും, പകുതി സ്റ്റേറ്റ് മെറിറ്റും ബാക്കി പകുതി ഓൾ ഇന്ത്യ മെറിറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ സീറ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റുകളും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യുസാറ്റിലെ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സീറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ ക്യുസാറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അത് 2 കോളേജാണുള്ളത്, ക്യാമ്പസ് 1 ക്യാമ്പസ് 2. ഇവിടെ ബിടെക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്താണ്, അല്ലെങ്കിൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ TKM-ലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അതിൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് KTU ആണ്, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അങ്ങോട്ടുള്ള ബിടെക് ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാം DTE ആണ് നടത്തുക. DTE LBS വഴിയാണ് അത് നടത്താറുള്ളത്. അതായത് LBSൻ്റെ വെബ്സൈറ്റിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിലാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആണ്, അല്ലെങ്കിൽ IHRDയുടെ KPൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ, അതായത് കേരളത്തിലെ ഈ 2 കോളേജ് വെച്ച് ബാക്കി 160ഓളം കോളേജുകളിലോട്ടുള്ള ബിടെക് ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ KTU ബിടെക് ലെറ്റ് എൻട്രൻസ് എക്സാം വഴിയാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആണ് വരിക. അത് LBSൻ്റെ വെബ്സൈറ്റിലും DTEൻ്റെ വെബ്സൈറ്റിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബിടെക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ അതിൽ അപ്ലൈ ചെയ്താൽ. ഇപ്പോൾ നിങ്ങൾക്ക് 2ലും താല്പര്യമുണ്ട്, 2ലും നിങ്ങൾക്ക് ഏതിലാണോ നല്ലത് അവിടെ പോകണം താല്പര്യമുള്ളവർക്കാണെങ്കിൽ 2നും അപ്ലൈ ചെയ്യാം. അപ്പോൾ 2നും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഏകദേശം ഇതിന് 1200 ആണ്. KTU ബിടെക് ലെറ്റിന് 1000 ആണ് വരിക ആപ്ലിക്കേഷൻ ഫീ. ഓക്കെ, അപ്പോൾ ഏത് ലെറ്റ് ആയിക്കോട്ടെ, KTU ബിടെക് ലെറ്റ് ആയിക്കോട്ടെ, ക്യുസാറ്റ് ബിടെക് ലെറ്റ് ആയിക്കോട്ടെ, ഇന്നോവേഷൻസ് 14 വർഷമായിട്ട് ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. എല്ലാ വർഷവും നമുക്ക് നല്ല റിസൾട്ടാണ്. ഓൾ കേരള ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. ഇത് ലെറ്റ് 2021 റിസൾട്ടാണ്.
ഇങ്ങനെ ഓരോ വർഷത്തെ റിസൾട്ട് എടുത്താലും നമുക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, 1010, 100 ഒരുപാട് പേര് ഇന്നോവേഷൻസിൽ നിന്ന് പഠിച്ചവരാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലെറ്റ് എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, സിക്സ് റാങ്ക്. അപ്പോൾ ഇതിൽ ഓൺലൈൻ സ്റ്റുഡൻസും ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉണ്ട്. ഇന്നോവേഷൻസിൻ്റെ സെൻറ്റർ നമുക്ക് കാലിക്കറ്റ് ഉണ്ട്, തിരൂരുണ്ട്, മഞ്ചേരി ഉണ്ട്. അപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ഇനി ഓഫ്ലൈൻ ക്ലാസ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമ്മൾ കണ്ടന്റ് പഠിച്ച് കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടും. KTU ലെറ്റിനും ക്യുസാറ്റ് ലെറ്റിനും. ഇവിടെ ഞാൻ കാണിച്ച റിസൾട്ട് KTU BTech ലെറ്റിൻ്റെ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതിയ KTU BTech ലെറ്റാണ്. 4000-ഓളം സ്റ്റുഡൻസ് ആണ് എഴുതാറുള്ളത്. ക്യുസാറ്റ് ലെറ്റ് ഒരു 500 മുതൽ 700 വരെ സ്റ്റുഡൻസ് ആണ് ക്യുസാറ്റ് ലെറ്റ് എഴുതാറുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ കോച്ചിങ് ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് റാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. കാലിക്കറ്റ് ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചാണ്. ഇനി സെക്കൻഡ് റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കണ്ടന്റ് എല്ലാവർക്കും സെയിം ആണ്, ടീച്ചേഴ്സ് സെയിം ആണ്, മെറ്റീരിയൽ സെയിം ആണ്. ഫോർത്ത് റാങ്ക്, സിക്സ്ത് റാങ്ക്, സെവൻത്ത് റാങ്ക് ഇവർ മൂന്നും ഓഫ്ലൈൻ ആണ്. പക്ഷേ 9th റാങ്ക് ഓൺലൈൻ ആണ്, 11th റാങ്ക് ഓൺലൈൻ ആണ്. അപ്പോൾ ക്ലിയർ ആണ്, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിച്ചാൽ നമ്മൾ കണ്ടന്റ് പഠിച്ചാൽ നല്ല റാങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്യുസാറ്റ് BTech ലെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും KTU BTech ലെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇനി രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ കോച്ചിങ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ലെറ്റിൻ്റെയും ഫസ്റ്റ് റാങ്ക് ഒരു സ്റ്റുഡൻറ്റിനാണ് കിട്ടിയിട്ടുള്ള ഇന്നോവേഷൻസിൽ പഠിച്ച, കാലിക്കറ്റ് ഇന്നോവേഷൻസിൽ പഠിച്ച ആദിൽ ഷബ്നാസ്. KTU BTech ലെറ്റിനും ഫസ്റ്റ് റാങ്ക് ആണ്, ക്യുസാറ്റ് BTech ലെറ്റിനും ഫസ്റ്റ് റാങ്ക് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് വളരെ ഈസിയാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഇപ്പോൾ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങളെ പേര്, മൊബൈൽ നമ്പർ. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ SSLC ബുക്കിലുള്ള അതേപോലെ തന്നെ കൊടുക്കണം. പിന്നെ അത് റീ എൻട്രി ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങളെ ഇമെയിൽ ID, വർക്ക് ചെയ്യുന്ന ഇമെയിൽ ID കൊടുക്കുക, അത് റീ എൻട്രി ചെയ്യുക. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 8 ക്യാരക്ടർ വേണം. അതിൽ അപ്പർ കേസ് വേണം, ലോവർ കേസ് വേണം, നമ്പർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അപ്പോൾ അത് ശ്രദ്ധിച്ചുണ്ടാക്കണം. പിന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് റീടൈപ്പ് ചെയ്യുക, എന്നിട്ട് ക്യാപ്ചർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ നിങ്ങൾ നേരത്തെ കൊടുത്ത ഇമെയിൽ ID യും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരെ ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു പേജാണ്. ഇതിൽ ജനറലായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യും, മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടറിൽ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം ഒക്കെയാണ് നല്ലത്. മൊബൈലിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ലാപ്പിലോ സിസ്റ്റത്തിലോ ചെയ്യുന്നതാണ്. പിന്നെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്ക് അടിക്കാതെ റിയൽ ലോഡ് ചെയ്യാതിരിക്കുക. പിന്നെ പ്രോസ്പെക്ടോസ് വായിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ ഫീ പേയ്മെൻറ്റും അതേപോലെ ടെസ്റ്റ് സെൻറ്ററും സെലക്ട് ചെയ്തതിന് ശേഷമാണ്. ടെസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സെൻറ്റർ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അറിയാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് സെൻറ്റർ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതായത് BTech ലാറ്ററൽ എൻട്രി എക്സാം നടക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും സെൻറ്റർ ഉണ്ട്. ജസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഓരോ ജില്ലയിലും എവിടെയെന്നുള്ളത് ഹോൾ ടിക്കറ്റ് വന്നാലേ അറിയുള്ളൂ. അപ്പോൾ എല്ലാ ജില്ലയിലും സെൻറ്റർ ഉണ്ട്. അപ്പോൾ പിന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 8 സ്റ്റെപ്പായിട്ടാണ് രജിസ്ട്രേഷൻ. ആദ്യം ഇൻസ്ട്രക്ഷൻസ് നമ്മളിപ്പോൾ വായിച്ചു. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ പ്രോഗ്രാം സെലക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ പ്രിവ്യൂ നമ്മൾ കാണണം. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുക, നമ്മളെ എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ വീണ്ടും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ UG പ്രോഗ്രാംസിനെ കുറിച്ചും പോസ്റ്റ് ഗ്രാജുവേറ്റ് PG പ്രോഗ്രാംസിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളെ പേര്, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് എന്ത് ചെയ്യുക, അവിടെ ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് ഒക്കെ ചൂസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളെ കാറ്റഗറി, റിസർവേഷൻ കാറ്റഗറി ചൂസ് ചെയ്യണം. അപ്പോൾ ആനുവൽ ഇൻകവും റിസർവേഷൻ കാറ്റഗറിയും ചൂസ് ചെയ്യുക. അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്യുസാറ്റ് ലെറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കറക്റ്റ് ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ റിസർവേഷൻ ഇപ്പോൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ കമ്മ്യൂണിറ്റി ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ KTU BTech ലെറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ SLC വർക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതേപോലെ ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ ടൈം എടുക്കും. ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട, അത് ഇവിടെ പറയുന്നുണ്ട്. അഡ്മിഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അങ്ങനെ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഇവിടെ പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ NRI കോട്ട ഉണ്ടോ, സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ്റെ കുറേ കാറ്റഗറീസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ട. അങ്ങനെ താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വരും. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സൈസിലോട്ട് മാറ്റണം. നിങ്ങൾ അക്ഷയനാണ് ചെയ്യുന്നതെങ്കിൽ അവരത് ചെയ്തുതരും. എന്നിട്ട് കറക്റ്റ് നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക.
ഓക്കെ. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് 4ാമത്തെ പ്രോഗ്രാം സെലക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ബിടെക് ലെറ്റിന് നമ്മൾ UG പ്രോഗ്രാം, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യുക. ഇവിടെ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ മാത്രമുള്ളെങ്കിൽ ഡിപ്ലോമ 3 ഇയർ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. നിങ്ങൾ ഡിപ്ലോമ ലെറ്റാണെങ്കിൽ 2 വർഷം പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അപ്പോഴും ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിടെക് ലാറ്ററൽ എൻട്രിയിൽ നിന്ന് വരും. ഇനി അതല്ല നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ അതും കൂടെ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ +2 വെച്ചിട്ടുള്ള എക്സാം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ബിടെക് ലാറ്ററൽ എൻട്രിയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ ഡിപ്ലോമ എൻ്റെ കൂടെ, അതായത് +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡിപ്ലോമ പഠിച്ചെങ്കിൽ അതും സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് അവിടെ വരും. അതായത് നിങ്ങൾക്ക് പിന്നെ MSCക്കും പിന്നെ അതേപോലെ BSCക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ ബിടെക് ലാറ്ററൽ എൻട്രി ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം കൺഫേം ചെയ്യുക. അപ്പോൾ ബിടെക് ലാറ്ററൽ എൻട്രി ചൂസ് ആഡ് പ്രോഗ്രാമിൽ കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അപ്പോൾ കൺഫേം കൊടുക്കുമ്പോൾ ഇവിടെ വരും ബിടെക് ലാറ്ററൽ എൻട്രി. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് കൺഫേം ചെയ്യുക. നമ്മളെ ടെസ്റ്റിൻ്റെ കോഡ് 102 ആണ് ബിടെക് ലാറ്ററൽ എൻട്രിയുടെ കോഡ്. അത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിൻഡോ വരും, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി അടുത്തത് പ്രിവ്യൂ ആണ്. അപ്പോൾ പ്രിവ്യൂ വരും, നിങ്ങൾ കറക്റ്റ് വായിച്ചോക്കെ, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എല്ലാം കറക്റ്റ് വായിച്ചോക്കെ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. പേയ്മെൻറ്റ് 1200 ആണ്. അപ്പോൾ ഇവിടെ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്ററിൻ്റെ സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഓരോ ജില്ലയിലും റിമൈനിങ് സീറ്റുകൾ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ സീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ജില്ലയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് പേ നൗ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പേ നൗ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ID വെച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ UPI ID വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഓപ്ഷൻ വരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോഗൗട്ട് ആവും. ലോഗൗട്ട് ആയാൽ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പേജിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ലോഗൗട്ട് ആയാലും ലോഗിൻ ചെയ്താൽ ഇതിലോട്ട് വരും. സെൻറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതും കൂടെ സെലക്ട് ചെയ്താൽ നമ്മളെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു സെൻറ്റർ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു, ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മളത് കംപ്ലീറ്റ് ആയി ഫിനിഷ് കൊടുക്കുക. ആപ്ലിക്കേഷൻ പ്രിവ്യൂ ഒന്നും കൂടെ വരും. അതിൻ്റെ താഴെ ഗോ ടു ഹോം, അതായത് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പ്രോഗ്രാം ഡീറ്റെയിൽസും ഇവിടെ വരും. ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എഡിറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പേഴ്സണൽ ഡീറ്റെയിൽസോ, റിസർവേഷൻ കാറ്റഗറി, ഫോട്ടോ സിഗ്നേച്ചർ, പ്രോഗ്രാം, ഇതിലെന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ ഇവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ക്യുസാറ്റ് ലെറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.